ഇത് മിക്ക ബിഗിനേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്, എന്നാൽ നമ്മൾ ലൈവിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ലോസസ് ആയിരിക്കും ഫേസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത ഒരു മെയിൻ ഫാക്ടർ ഉണ്ട്, അതാണ് ഇമോഷൻസ്. അതായത് ഇമോഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫിയറോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. ഒരു റോബോട്ടിനെ പോലെ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അത് ടെസ്റ്റ് ചെയ്ത് പോവാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബാക്ക് ടെസ്റ്റിംഗ് എന്ന രീതിയിൽ പറയുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തു, ബാക്ക് ടെസ്റ്റിംഗിൽ എത്രത്തോളം വിൻ റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ലൈവിലേക്ക് വരുമ്പോൾ, അതായത് സ്വന്തമായി പൈസ ഇട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഇമോഷൻസ് അവിടെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ട്രേഡിലേക്ക് എൻ്റർ ആകുന്നതിന്റെ തീരുമാനങ്ങൾ ചേഞ്ച് ആവാനും എൻ്റർ ആയി കഴിഞ്ഞുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ട്രേഡിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണോ അതിനെ നിങ്ങൾ എങ്ങനെയാണോ കണ്ടത്, അതുപോലെ ആയിരിക്കത്തില്ല ഒരിക്കലും ലൈവിൽ ട്രേഡ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ട്രേഡ് എടുത്ത് നോക്കാം, ലോസിലാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്യാം, പ്രോഫിറ്റിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ അത് ക്ലോസ് ചെയ്യാം. അങ്ങനെ പല പരിപാടികളും കാണിക്കും. അപ്പോൾ പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇമോഷൻസ് വർക്കൗട്ട് ആവുന്നില്ല എന്നതാണ് ബാക്ക് ടെസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മുടെ മെന്റർഷിപ്പിലാണെങ്കിലും ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം, ബാക്ക് ടെസ്റ്റിംഗ് എന്നൊരു കാര്യം നമുക്കില്ല. നിങ്ങൾ ലൈവ് ടെസ്റ്റിംഗ് മാത്രം ചെയ്യുക. ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക. ലൈവിൽ എന്താണ് നടക്കുന്നത്, അതിലെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സിറ്റുവേഷൻസ് അനുസരിച്ച് എങ്ങനെ ഓരോ ട്രേഡ്സിനെ മാനേജ് ചെയ്യണം എന്ന് പഠിക്കുന്നതാണ് ശരിക്കും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രാറ്റജി ആർക്കും മാസ്റ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന 10 സ്റ്റുഡൻസിനും സ്ട്രാറ്റജി സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പക്ഷേ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിനെ എങ്ങനെ സ്വിച്ച് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ബാക്ക് ടെസ്റ്റ് ചെയ്ത് ടൈം കളയാതെ ലൈവ് മാർക്കറ്റിൽ എത്ര കാലം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും കാലം പ്രാക്ടീസ് ചെയ്യുക. ലോസസ് ഒക്കെ ഇതിന്റെ പാർട്ടാണ്. ലോസ് വരാതെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ലോസിൽ തളരാതിരിക്കുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ നമുക്ക് വേണ്ട സ്കിൽ.